ഏവർക്കും നമസ്കാരം. ഓശാന ടി വിയുടെ നല്ല കലാകാരൻ എന്ന ഒരു പ്രോഗ്രാമിൽ ഇന്ന് ഞാനുള്ളത് ഡോക്ടർ ആർ ശ്യാം കിഷോറിനോടൊപ്പമാണ്. അല്പസമയം നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവയ്ക്കുന്നത്. ഡോക്ടറെ നമസ്കാരമുണ്ട്. നമസ്കാരം. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഡോക്ടർ ശ്യാം ഏകദേശം ഒരു 15 വർഷക്കാലമായി ഈ ഒരു മൃദംഗ ഇത് പഠിക്കാനായിട്ട് പോയിട്ടുണ്ട്. സംഗീതം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഡോക്ടർ ഈ ഒരു സംഗീത കലയിലേക്ക് ഈ മൃദംഗം പഠിക്കാൻ പോയതും ഒപ്പം വേറെ പല പല കലാകാരമായ കാര്യങ്ങളുണ്ട്. ഇത് ഓശാന ടി വിയോട് ഒന്ന് പറയാമോ? എന്നാണ് പഠിക്കാൻ പോയത്, എവിടെ മുതലാണ് ആരംഭിച്ചതെന്നൊക്കെ ഒന്ന് പറയാമോ? ഞാനിവിടെ പഴുപ്പടിപ്പുരയിലെ അംഗമാണ്. ഞാൻ നാഗാർജുന ആയുർവേദത്തിൽ ജോലി ചെയ്യുന്നു. ഒരു 15 വർഷത്തോളമായി ഞാൻ മൃദംഗം പഠിക്കാൻ തുടങ്ങിയിട്ട്. പാലായില് ആദ്യമായിട്ട് ഡോക്ടർ പഠിക്കാനായിട്ട് പോയത് പാലായിലെ ഒരു ആശാനുണ്ട്, ചിന്നക്കുട്ടൻ മാഷ്. അതായത് അച്ഛൻ, അപ്പൂപ്പൻ, കൊച്ചച്ഛൻ എല്ലാവരും മൃദംഗം വായിക്കും, പാട്ടും പാടും. അപ്പോൾ അങ്ങനെ അവർ പഠിക്കണം കണ്ടിട്ട് നമ്മളും കൊച്ചിലെ 7ാം ക്ലാസ്, ഏകദേശം ഒരു 4ാം ക്ലാസ് മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇങ്ങനെ പഠിക്കാനായിട്ട് മൃദംഗം പഠിക്കണം എന്നുള്ള ആഗ്രഹം ഈ വീട്ടിലെ നമ്മുടെ കാരണവന്മാരായിട്ട് ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഒരു ആഗ്രഹം അല്ല, ശരിക്കും ഞാനെന്താ വെച്ചാൽ, ഇപ്പോൾ ആശാൻ പണ്ട് മുതലേ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ പെട്ടികളിലൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കൊട്ടി ഇങ്ങനെ നോക്കുമ്പോൾ അപ്പവും പറഞ്ഞു ഇവനെ ഇത് പഠിപ്പിക്കണം. എന്നാലേ ശരിയാവും. താളമുണ്ട്, അപ്പോൾ അവരെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് പിന്നെ ആശാന്റെ അടുത്ത് കൂടി 7ാം ക്ലാസ്സിൽ അരങ്ങേറി. പാഴൂരമ്പലത്തിൽ. പിന്നെ അമ്മാവനെ അറിയാലോ, രതീശൻ. അപ്പൊ അമ്മാവന്റെ പാട്ടും അമ്മാവനും പാടിത്തരും. അങ്ങനെ അതും കേട്ടു. പിന്നെ എല്ലാവരും സംഗീത കുടുംബമായതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കഴിവുകള് ദൈവത്തിന്റെ അനുഗ്രഹം പോലെ വന്നു. അതെ, പിന്നെ എല്ലാരും എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നീ എന്ന് പറഞ്ഞ മൃദംഗം വായിക്കേ. അപ്പൊ എല്ലാവരുടെ അടുത്ത് വാങ്ങിക്കുമ്പോൾ നമുക്കൊരു എൻകറേജ്മെന്റാ. അപ്പൊ അത് വീണ്ടും വീണ്ടും പഠിക്കാനുള്ളൊരു താല്പര്യം കൂടി. ഡോക്ടർ ആദ്യമായിട്ട് പഠിക്കാൻ പോയതിന്റെ ഓർമ്മകൾ വെച്ചിട്ട് ഒരു രണ്ട് കൊട്ട് ചെയ്യാമോ? അപ്പൊ താ എന്നുള്ളത് തീ എന്നുള്ളത് കറക്റ്റ് സ്പോട്ടിൽ തന്നെ കൈ വീഴണം. പിന്നെ നം എന്നുള്ളത് ഇതാണ്. ഇത് നമ്മൾ ആദ്യം തത്തി തന്നെ ആദ്യം പതുക്കെ വായിക്കും. പിന്നെ തത്തി പിന്നെ അതിന്റെ സ്പീഡ് വായിക്കും. പിന്നെ അതിന്റെ ഇരട്ടി അങ്ങനെ ഇരട്ടി വായിക്കും. നിലവിൽ ഈ മൃദംഗം എന്ന് പറഞ്ഞ ഈ ഒരു ശരിക്കും അംഗം എന്ന് പറയുന്നത് മൃത്ത് അംഗം, അങ്ങനെ 2 പാർട്ടാ. മൃത്ത് എന്ന് പറഞ്ഞാൽ മണ്ണ്, അംഗം എന്ന് പറഞ്ഞാൽ ശരീരം. അപ്പോൾ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു സംഗീത ഉപകരണമാണത്. പക്ഷേ അത് ഹിസ്റ്ററിയായിട്ട് പറയുന്നുണ്ട്, മണ്ണുകൊണ്ടാണ്. അതായത് പരമശിവന്റെ വാഹനമായ നന്ദികേശ്വരനായിരുന്നു മൃദംഗം ആദ്യമായിട്ട് വായിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ താണ്ഡവം ഡാൻസ് അങ്ങനെ ചെയ്യുമ്പോൾ മൃദംഗം കൂടെ അക്കമ്പനിവനായിട്ട് കൂടായിരുന്നു. അങ്ങനെ നന്ദികേശ്വരനാണ് ശരിക്കും ഇതിന്റെ ഒരു നേതാവ്. സാധാരണ ഈ മൃദംഗം എന്നൊക്കെ പറയുമ്പോഴേ നമ്മള് ഒരു കൊട്ടാരത്തിലൊക്കെ എന്തെങ്കിലും, ഞങ്ങളൊക്കെ മനസ്സിൽ സിനിമയൊക്കെ കാണുമ്പോഴാണെങ്കിൽ പോലും മോഹൻലാലൊക്കെ ഒരു പ്രോഗ്രാം ഒക്കെ ചെയ്യുമ്പോഴത്തേ ഒരു വലിയ ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ മൃദംഗ വായിക്കുന്ന ആൾക്ക് ഒരു വലിയ പ്രധാനമാണ് കൊടുക്കുന്നത്. അതെ, മൃദംഗം ശരിക്കും ദേവവാദ്യ. ദേവവാദ്യം, അസുരവാദ്യം എന്ന് പറഞ്ഞ 2 വാദ്യത്തെ ഉണ്ട്. ചെണ്ട ഇതൊക്കെ
സുരവാദ്യമാണ്, ഇത് ദേവവാദ്യം. അപ്പൊ ദേവവാദ്യത്തിന് ശരിക്കും രാജസദസ്സിലൊക്കെ പ്രധാനമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. അപ്പോ അത് ഉണ്ട്. പിന്നെ നമ്മുടെ ഇന്ത്യൻ സംഗീതം കർണാടകമുണ്ട്, ഹിന്ദുസ്ഥാനി ഉണ്ട്. ഹിന്ദുസ്ഥാനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന തബലയും കർണാടകത്തിന് സംഗീതത്തിന് സപ്പോർട്ട് ചെയ്യുന്ന മൃദംഗവും. അങ്ങനെ രണ്ട് വിഭാഗമുള്ളത് ഹിന്ദുസ്ഥാനി ഇതുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ശരിക്കും ഇതൊരു പാട്ടിനെ നമ്മൾ ഉത്തേജിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നതാണ് ഇതിന്റെ ധർമ്മം. മൃദംഗത്തിന് പിന്നെ വേറെ എനിക്ക് തോന്നുന്നത് മൃദംഗം വായിക്കുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നു ഒത്തിരി ഉണ്ടെങ്കിലും വളരെ റെയറായിട്ടായിരിക്കും ഫംഗ്ഷനുകളൊക്കെ കിട്ടണം, അതല്ലേ? മൃദംഗം ഇപ്പൊ എല്ലാവർക്കും കച്ചേരികൾ, ഇപ്പൊ സംഗീത കച്ചേരികൾ ഇഷ്ടം പോലെ ഉണ്ട്, കലാകാരന്മാർ ഇപ്പൊ ഇഷ്ടം പോലെയായി. ഇപ്പൊ നമ്മള് ഈ കച്ചേരികൾ ഇഷ്ടം പോലെ ഇപ്പൊ കലാകാരന്മാർക്കൊക്കെ ഒത്തിരി മൃദംഗത്തിന് ചാൻസുകൾ ഉണ്ട് ഇപ്പൊ. പിന്നെ ഈ ചാനലുകളിലൊക്കെ വന്നതിന് ശേഷം പുതിയ ഒത്തിരി സോഷ്യൽ മീഡിയ. അതെ. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞ ഒരു ഫ്യൂഷൻ, തബല, മൃദംഗം, വയലിൻ, ഫ്ലൂട്ട് എല്ലാം കൂടെ ചേർത്തിട്ടുള്ള അതെ ഒരു ഫ്യൂഷൻ. അതാണ് ഫ്യൂഷനൊക്കെ പോകാറുണ്ട്. ഫ്യൂഷന് പോകാറുണ്ട് ഇടയ്ക്ക്, ഇങ്ങനെ ഓരോ ഫംഗ്ഷൻസിനൊക്കെ ഫ്യൂഷന് പോകാറുണ്ട്. വേറെ എന്താ ഡോക്ടർ ഇതിനൊപ്പം എന്തൊക്കെയാ ചെയ്യുന്നത്? ഞാൻ ആയുർവേദ ഡോക്ടറാണ്, നാഗാർജുനയിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ മൃദംഗം വ്യാഴാഴ്ച ദിവസമാണ് എനിക്ക് OP-യുടെ സമയം. അപ്പൊ അന്ന് പിറവ് തന്നെയാണ്. അപ്പൊ അത് കാരണം വ്യാഴാഴ്ച 2 പിള്ളേർ ഇവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ അമ്മാവന്റെ സംഗീത വിദ്യാലയം ഉണ്ട്, ജയരാജ് സംഗീത വിദ്യാലയം. അപ്പൊ അവിടെ മൃദംഗം, അവിടെ വരുന്ന പിള്ളേർ ഇപ്പൊ അങ്ങോട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ആദ്യമായിട്ട് ഇങ്ങനെ പഠിക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് കൈക്ക് വേദന അങ്ങനെയൊക്കെ ഉണ്ടാവും? കൈ ശരിക്കും കഴിക്കും നന്നായിട്ട്. നമ്മള് ആശാൻ പറഞ്ഞു തരുമ്പോ ആ ഒരു താളത്തിനനുസരിച്ച് വായിക്കുമ്പോൾ ആദ്യം പതികാലം വായിക്കും, പിന്നെ അതിന്റെ സ്പീഡിൽ വായിക്കുമ്പോഴൊക്കെ ശരിക്കും ഇവിടെ നല്ല പൊട്ടിപ്പോകും. കാരണം മൃദംഗം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഡെയിലി സാധകം ചെയ്തില്ലെങ്കിൽ കൈ വരില്ല. മനസ്സിൽ തോന്നിയാലും കയ്യിൽ വരണമെങ്കിൽ ഡെയിലി പ്രാക്ടീസ് പ്രധാനമാണ്. പ്രാക്ടീസ് പറ്റുന്ന സമയത്തൊക്കെ ചെയ്യാറുണ്ട്. വേറെ ഒരെണ്ണം കൂടി ഒന്ന് വായിക്കാവോ? എനിക്ക് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് കല്യാണത്തിനൊക്കെ മൃദംഗം ഒത്തിരി ചെയ്യുന്നുണ്ടല്ലേ? അല്ല, കല്യാണങ്ങൾക്ക് പറഞ്ഞ കല്യാണത്തിന്റെ ഫംഗ്ഷന് കൂടുതലും മൃദംഗത്തിന്, അതായത് ക്ലാസിക്കൽ ടച്ചുള്ള പാട്ടുകൾക്കൊക്കെ മൃദംഗം വേണം. എന്നാലേ ആ പാട്ടിനൊരു പ്രത്യേക സൗന്ദര്യം അതിലുള്ള താളവും പിന്നെ ആ പാട്ടിനെ ശരിക്കും കൊഴുപ്പിക്കും. മൃദംഗം എല്ലാം അക്കമ്പനിമെന്റ് അല്ലേ, അപ്പൊ പാട്ടിനെ ശരിക്കും കൊഴുപ്പിക്കും. ശരിക്കും സംഗീത കച്ചേരിക്ക് വയലിൻ, മൃദംഗം, ഘടം, മറ്റേ കുടം പോലുള്ളതല്ല, ഘടം, പിന്നെ ഗിഞ്ചറ, അതെല്ലാം ഉണ്ട്. പിന്നെ മോർശംഗം എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ലയം ഭയങ്കര. ഞാൻ ശരിക്ക് കോയമ്പത്തൂര് ആയിരുന്നു ആയുർവേദം പഠിച്ചത്. അപ്പൊ അവിടെ 3-4 കുറേ സ്ഥലങ്ങളിൽ പ്രാക്ടീസ് ഉണ്ടായിരുന്നു, കച്ചേരികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു മാഷിന്റെ കൂടെ കുറച്ചു കാലം പോകായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നാട്ടിൽ അമ്മാവന്റെ കച്ചേരിക്കൊക്കെ പോകും. സാധാരണ ഈ ഇങ്ങനെ ഒരു മൃദംഗം വായിക്കുന്ന ഒരാള് ഏകദേശം എത്ര സമയം വരെയൊക്കെ കൊട്ടിരിക്കാൻ പറ്റും? ഇല്ല, നമ്മളെന്ന് വെച്ചാൽ അതല്ല, ഒരു മണിക്കൂറെങ്കിലും ഒരു ദിവസം നമ്മളിത് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കൈ വരില്ല. കൈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇപ്പൊ കച്ചേരിക്കൊക്കെ പോകുമ്പോൾ സ്പീഡിൽ പോകുമ്പോൾ കൈ കഴിക്കും, അത് നിർത്തേണ്ടി വരും. അപ്പൊ പാട്ടിനൊരു സുഖം ഉണ്ടാവില്ല. ഇപ്പൊ വല്ല സ്പീഡിൽ പാടുന്ന പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, സ്പീഡിലാണെങ്കിൽ ആ സ്പീഡിൽ നമ്മൾ പോകണ്ടേ, അത് പോകണമെങ്കിൽ നമുക്ക് പ്രാക്ടീസ് വേണം. ശരിക്കും കച്ചേരിയൊക്കെ വരുന്നത് രാത്രിയിലായിരിക്കുമല്ലോ? അതെ, നമ്മളിവിടുന്ന് ഒരു 5 മണിക്ക് പോകണം. പിന്നെ ഏകദേശം കഴിയുമ്പോൾ ഒരു 10-10:30. അതെ. ഒരു ശരിക്കും പറഞ്ഞ ഒരു അമ്പലങ്ങളിലെ പിന്നെ ഇത് നമ്മുടെ ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഉദ്ദേശിച്ച സാധനം ഇതിന് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അതൊന്ന് വേറെയാ.
കാരണം ആ ലയം എല്ലാരും കൂടെ ചേർന്നിട്ട് ഉള്ള ആ ഒരു ലയം ഭയങ്കര ഒത്തൊരുമയാണ് അതിനകത്ത്. കാരണം ഗാനമേള പോലെയല്ല കച്ചേരി. പാട്ടുകാർ ഒരു സൈഡിൽ നിന്ന് വരുന്നു, മൃദംഗക്കാർ ഒരാൾ വരുന്നു. ഇവരവിടെ വെച്ചാണ് എല്ലാ ഇൻസ്ട്രുമെന്റും വരുവാണല്ലോ. വരുക. അപ്പൊ റിഹേഴ്സലൊന്നുമില്ല, സംഗീത കച്ചേരിക്ക് റിഹേഴ്സലില്ല, ഗാനമേള പോലെയല്ല. അപ്പൊ നമുക്ക് ആ പാട്ടിന് യോജിക്കുന്ന സാധനം നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നത് വായിക്കുക. നമ്മുടെ ഡോക്ടർ ഇപ്പൊ മൃദംഗം വായിക്കുന്നുണ്ട്. അപ്പൊ അതിനൊപ്പം ഒരു എനിക്ക് അറിയാവുന്ന ഒരു 2 പാട്ടൊന്ന് പാടി നോക്കാം. ഡോക്ടർ ഒന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഡോക്ടറോട് വാൽക്കണ്ണെഴുതിയ മകര നിലാവിൽ മാമ്പൂ മണമൊഴുകി ആതിരവിരിയും തളിരൂഞ്ഞാലിൽ തുളസി കതിരാടി താളം തട്ടരുത്, അത്രേ ഉള്ളൂ. അങ്ങനെയാണ്. അപ്പൊ മൃദംഗത്തിലെ താളം, പാട്ടിലെ രാഗവും താളം എല്ലാം കൂടെ ചേർന്നിട്ടുള്ളത്. അപ്പൊ ഈ എവിടെയെങ്കിലും പോയിട്ടൊരു ഓർമ്മകൾ തന്നെ ഒരു മനസ്സിലുള്ള അല്ല, ഞാൻ എം ജി രാധാകൃഷ്ണൻ സാറിന്റെ സാർ ഇവിടെ ചോറ്റാനിക്കരയിലെ അന്ന് സ്കൂളിലായിരുന്നു. അപ്പൊ സാറ് ഇങ്ങനെ അന്ന് ഇവിടെ ഒരു പുളിക്കമാലിലൊരു ചേട്ടൻ്റെ കച്ചേരിക്ക് ഞാൻ വായിക്കുമായിരുന്നു. അപ്പൊ അദ്ദേഹം ഫ്രണ്ടിൽ ഇരുന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. കേട്ട് കഴിഞ്ഞ് ഏറ്റവും അവസാനം വന്നിട്ട് പറഞ്ഞു, നീ മനസ്സിലായിട്ട് വായിച്ചല്ലോടാ, നല്ല ഗംഭീരമായിട്ട് വായിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ അത് കേൾക്കുമ്പോ നമുക്കൊരു സന്തോഷം, ഭയങ്കര ഒരു അഭിമാനം തോന്നുന്ന നിമിഷം. അതെ അതെ അതെ. കച്ചേരിക്കൊക്കെ പോകുമ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ നമ്മളാണെങ്കിലും ടി വിയിലൊക്കെ കാണുവാണെങ്കിൽ കച്ചേരി കുറച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മള് നിർത്തും, ഒത്തിരി നേരം ഇരിക്കില്ല. ആണെങ്കിലും പോകുമ്പോ സൈഡിലൊക്കെ ഇരുന്ന് കണ്ട് ഒരു അതിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളവരാണ് കൂടുതൽ സമയം ഇരിക്കും. അല്ലാത്തവര് അവിടെ കച്ചേരി നടക്കുന്നവരും കച്ചേരി കുറച്ചു നേരം കേട്ടിട്ട് അവർ അടുത്ത പരിപാടിക്ക് പോകും. അതെ അതെ. കച്ചേരി ശരിക്കും നല്ല ഡീപ്പായിട്ട് സംഗീതത്തിൽ നല്ല ജ്ഞാനമുള്ളവർക്ക് ശരിക്കും ഇത് ആസ്വദിക്കാൻ പറ്റും. അതിന്റെ രാഗവും ഓരോ പാട്ടും ഓരോ രാഗമാണ്. അത് തന്നെ. പിന്നെ ഓരോ പാട്ടും ഓരോ താളത്തിലാണ്. അപ്പൊ ആ താളത്തിനെ നമ്മൾ ഫോളോ ചെയ്യുക, അതാണ്. പക്ഷെ ഈ രണ്ടും കൂടെ പറ്റുന്ന രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. ഡോക്ടറുടെ ഫാമിലി ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ? ഇപ്പൊ ഭാര്യ സന്ധ്യയാണ്. സന്ധ്യ സ്കൂളിൽ ടീച്ചറാണ്. മൂത്ത ആള് BBA കഴിഞ്ഞു. അവൻ ഇപ്പോൾ EYയിൽ ജോലി ചെയ്യാം. പിന്നെ ഇളയാള് 5ാം ക്ലാസ്സിൽ ഇവിടെ ഫാത്തിമ സ്കൂളിൽ പഠിക്കുന്നു. പിന്നെ അച്ഛൻ പ്രവർത്തന വൈദ്യശാല ഉണ്ടല്ലോ, അനിയൻ ജ്യോതിഷം. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ ഡോക്ടർ ശ്യാമിനെ കുറിച്ച് നമുക്ക് വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ്. കാരണം ഒരു ആയുർവേദ ഡോക്ടറും ഒപ്പം തന്നെ മൃദംഗ വിദ്വാൻ പറയാം അല്ലെ? മൃദംഗ വിദ്വാൻ, മൃദംഗിസ്റ്റ്. അപ്പൊ ഒരു സാധാരണ പല ഡോക്ടർമാരൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ആ ഫീൽഡിലേക്ക് പോകും. എന്നാലും കലയും കൂടി കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാല് കുറച്ച് കാര്യങ്ങൾ വേണം. അതാണെങ്കിൽ നമ്മളോടൊപ്പം നമ്മുടെ ഡോക്ടർ ശ്യാമ അല്പനേരം നമ്മളോടൊപ്പം ചെലവഴിച്ചു. ഇപ്പൊ പിറവത്തിനൊരു കലാകാരൻ, ഒരു മൃദംഗ വാദ്യാർ എന്ന് വേണമെങ്കിൽ പറയാം. മൃദംഗിസ്റ്റാണ്. ഒരു ഡോക്ടറുമാണ്, ആയുർവേദ ഡോക്ടറുമാണ്. ഒപ്പം മൃദംഗമായി രണ്ടിനിപ്പം പനിക്ക് മരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒപ്പം ഒരു മൃദംഗം, ഒരു താളവും കൊടുത്തു, ഒരു മരുന്നും കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങളുള്ളൂ. എന്താണെങ്കിലും ഞങ്ങളോടൊപ്പം അല്പസമയം ഈ ഒരു പ്രോഗ്രാമില് പങ്കെടുത്ത ഡോക്ടറോടുള്ള അകമഴിഞ്ഞ നന്ദി അവസരത്തിൽ അറിയിക്കുകയാണ്. എല്ലാ കലാപ്രേമികൾക്കും ഡോക്ടറോടൊപ്പം അല്പസമയം ചിലവഴിച്ചതിനുള്ള നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് തന്നതിന് ഡോക്ടറോട് സ്പെഷ്യൽ നന്ദി.